ഈ കട ലാസ്റ്റ് ഇന്റർവ്യൂലൊക്കെ ഞാൻ കണ്ടപ്പോൾ പുതിയ ആളുകൾ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആളുകളാണെങ്കിലും ഈ റിവ്യൂ കാരണം ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഇതാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ആക്ടറിന് അല്ലെങ്കിൽ ഒരു ആക്ട്രസിന് കിട്ടുന്ന ഒരു നെഗറ്റിവിറ്റീനെ പറ്റി ഇപ്പോൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതുപോലെ സിനിമ ഇറങ്ങിയപ്പോൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ റിവ്യൂ വരുന്നു, അല്ലെങ്കിൽ ഫുള്ള് കഴിഞ്ഞിട്ട് പിന്നെ റിവ്യൂ വരുന്നു. റിവ്യൂയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു പടം കഴിയുമ്പോൾ തന്നെ അതിനകത്തേക്ക് ശ്രദ്ധിക്കാറുണ്ടോ? റിവ്യൂ അത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സിനിമ റിവ്യൂ ബാധിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതുപോലെ തന്നെ ബാധിക്കുന്നുണ്ടെന്നും പറയാൻ പറ്റില്ല. ഒരു സിനിമ ഇറങ്ങി നല്ലൊരു സിനിമയാണെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി കൂടെ സിനിമയ്ക്ക് ഗംഭീരമായ ഒരു റീച്ച് കിട്ടും. അതിനിപ്പോൾ ആര് എഴുതി തള്ളിയാലും ആ സിനിമയ്ക്ക് കാണാനുള്ളവർ കാണാൻ കയറും. അതുപോലെ തന്നെ നമ്മളിനി എത്ര റിവ്യൂസിനെ കൊണ്ട് എത്ര ഗംഭീരമാണെന്ന് പറയിച്ചാലും പടം കൊള്ളില്ലെങ്കിൽ ആള് കയറില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് ഇതിൻ്റെ ഒരു ഹാംഫുൾ സൈഡ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പിന്നെ ഈ പോയിന്റ് ചെയ്ത് പേഴ്സണലായിട്ട് പറയുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാവുന്ന കുറേ, പ്രത്യേകിച്ച് പുതിയ ആളുകൾ, അവരുടെ ആദ്യത്തെ സിനിമ ചെയ്യുന്ന ആളുകളോ പറ്റിയിട്ട് പേരെടുത്ത് മെൻഷൻ ചെയ്ത് ഇവനൊക്കെ എങ്ങനെ സിനിമയിൽ വന്നു, ഇവനൊക്കെ എന്തിനാണ് സിനിമ എടുക്കുന്നത്, അത് ആ സീനിൽ അവനെ എന്താ കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് കാണിക്കില്ലേ. അതൊക്കെ കാണാനും പറയാനും ഷെയർ ചെയ്യാനും ഒക്കെ ഭയങ്കര രസമായിരിക്കും. പക്ഷെ അവൻ്റെ ഒരു ഡ്രീമായിരിക്കും, അവൻ്റെ ഒരു എഫേർട്ടാണ് അത്. അപ്പോൾ അയാൾക്ക് അനുഭവിക്കുന്ന ട്രോമ ഉണ്ടല്ലോ. നമ്മളെല്ലാം ഹ്യൂമൻ ബീങ്സ് ആണ്, നമുക്കെല്ലാം ആഗ്രഹങ്ങളുടെ പുറത്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് മര്യാദകൾ പാലിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്.